നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ADGP MR അജിത് കുമാറിന് ഒടുവിൽ സ്ഥാനചലനം. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചു. എന്നാൽ പോലീസ് ബാറ്റാലിയന്റെ ചുമതല തുടരും. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് സായുധ പോലീസ് ബാറ്റാലിയനിലേക്ക് സ്ഥലം മാറ്റിയെന്നാണ് സർക്കാർ വാർത്താക്കുറിപ്പ്. ഇന്റലിജൻസ് ADGP മനോജ് അബ്രഹാമിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP മാറ്റി നിയമിച്ചു. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയ നടപടിയിൽ CPIയുടെ ആവശ്യം നിറവേറ്റപ്പെട്ടിരിക്കുന്നു എന്ന പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇത് LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. അജിത് കുമാറിനെ ചുമതലയിൽ നിന്നും മാത്രം മാറ്റിയതുകൊണ്ട് പ്രശ്നം അവസാനിക്കില്ലെന്നും തൃശൂർ പൂരമടക്കമുള്ള വിഷയങ്ങളിൽ വിശദമായ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും CPI നേതാവും തൃശൂരിലെ ഇടതുപക്ഷ മുന്നണിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായിരുന്ന സുനിൽ കുമാർ പറഞ്ഞു. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയ നടപടി വെറും പ്രഹസനമാണെന്നും നടപടിയിൽ തൃപ്തിയില്ലെന്നും ഇന്ന് നിയമസഭയിൽ കാണാമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെ പ്രതിപക്ഷത്തെ പേടിച്ചിട്ടാണ് ഇത്തരമൊരു നടപടിയെടുത്തതെന്നും ഇത് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്നും ഏത് കാര്യത്തിലാണ് ഇപ്പോഴത്തെ നടപടിയെന്ന് അറിയണമെന്നും സതീശൻ പറഞ്ഞു. മുന്നണിക്കകത്തും പ്രതിപക്ഷത്തു നിന്നും ജനങ്ങളിൽ നിന്നും കനത്ത സമ്മർദ്ദം വന്നപ്പോൾ വേറെ വഴിയില്ലാതെ സ്വന്തം തടി രക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ADGP അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റിയതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇപ്പോൾ നൽകിയിരിക്കുന്നത് വെറുമൊരു ട്രാൻസ്ഫർ മാത്രമാണെന്നും അല്ലാതെ ഇതിനെ നടപടി എന്ന് പോലും വിളിക്കാനാവില്ലെന്നും ഇത് വെറും കണ്ണിൽ പൊടിയിടൽ പരിപാടിയാണെന്നും ചെന്നിത്തല ആരോപിച്ചു. അജിത് കുമാറിന്റെ തലയിൽ നിന്ന് ആ തൊപ്പിത്ത് ഊരിക്കുമെന്ന് പറഞ്ഞവന്റെ പേര് അൻവർ എന്ന CMA എന്ന് ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റിട്ടുകൊണ്ടാണ് ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള സർക്കാർ നടപടിയിൽ നിലമ്പൂർ MLA PV അൻവർ പ്രതികരിച്ചത്. മഞ്ചേരിയിൽ ശക്തി തെളിയിച്ച് രാഷ്ട്രീയ പാർട്ടിക്ക് പകരം സാമൂഹിക കൂട്ടായ്മ പ്രഖ്യാപിച്ച നിലമ്പൂർ MLA PV അൻവർ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന പേരിലാണ് കൂട്ടായ്മ. നയപരിപാടികൾ മഞ്ചേരിയിലെ പൊതുസമ്മേളനത്തിൽ അവതരിപ്പിച്ചു. യോഗത്തിൽ പങ്കെടുക്കാനും അൻവറിൻ്റെ വാക്കുകൾ കേൾക്കാനും ആയിരക്കണക്കിന് ആളുകളാണ് മഞ്ചേരിയിലെത്തിയത്. നയം പ്രഖ്യാപിച്ച് PV അൻവറിൻ്റെ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള മലപ്പുറം കോഴിക്കോട് ജില്ലകളെ വിഭജിച്ച് കേരളത്തിൽ 15ാമത് ജില്ല കൂടി രൂപീകരിക്കണം. രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക നീതി ജനാധിപത്യത്തിന് ജാഗ്രതയുള്ള കാവൽ, കുട്ടികൾക്കും സ്ത്രീകൾക്കും സുരക്ഷ, പ്രവാസി വോട്ടവകാശം ഉറപ്പുവരുത്തണം, സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കണം, സംരംഭക സംരക്ഷണ നിയമം നടപ്പിലാക്കണം, സ്കൂൾ സമയം 8 മുതൽ 1 മണി വരെയാക്കണം, ആരാധനയ്ക്കും വിശ്വാസത്തിനും സ്വാതന്ത്ര്യം, സാമൂഹ്യനീതി, ജാതി സെൻസസിലൂടെ തുടങ്ങിയവയാണ് നയരേഖയിലെ പ്രധാന കാര്യങ്ങൾ. ADGP അജിത് കുമാറിനും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ ആരോപണം തുടർന്ന് PV അൻവർ MLA. ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരളയുടെ നയപ്രഖ്യാപന വേദിയിലാണ് വിമർശനം. DMK പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് PV അൻവർ പ്രസംഗം ആരംഭിച്ചത്. താൻ ചെന്നൈയിൽ പോയതാണ് പുതിയ കോലാഹലമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെയും DMKയുടെയും ആശീർവാദത്തിനായാണ് ചെന്നൈയിൽ പോയതെന്നും PV അൻവർ ശരിവെച്ചു. CPMഉം BJPയും തമ്മിൽ പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ ധാരണയായിട്ടുണ്ടെന്നും CPMഉം BJPയുമായുള്ള വോട്ട് കച്ചവടത്തിന് നേതൃത്വം നൽകിയത് ADGP അജിത് കുമാറാണെന്നും അൻവർ ആരോപിച്ചു. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ പിടികൂടപ്പെടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്ന് ആവർത്തിച്ച് KT ജലീൽ MLA. സ്വർണ്ണക്കടത്തിൽ പങ്കാളികളാകുന്ന മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനവും വിശ്വസിക്കുന്നത് ഇതൊന്നും മതവിരുദ്ധരല്ല എന്നാണെന്നും സ്വർണ്ണക്കടത്ത് മതവിരുദ്ധമാണെന്ന് പറയാൻ ഖാദിമാർ തയ്യാറാവണമെന്നും ജലീൽ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ചു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് KT ജലീൽ നടത്തിയ പ്രസ്താവന നികൃഷ്ടവും അപകടകരമാണെന്നും ഒരു സമുദായത്തെ മുഴുവൻ കുറ്റവാളിയായി ചിത്രീകരിക്കുകയാണ് ചെയ്തതെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി ഒരു സമുദായത്തെ ഇരയാക്കരുതെന്നും ഇതാണോ CPM നിലപാട് എന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വർണം കടത്തുന്നത് ഒരു സമുദായമാണെന്ന് KT ജലീൽ MLA പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട കാര്യമാണെന്ന് PV അൻവർ MLA പറഞ്ഞു. ജലീൽ അത്രയ്ക്ക് തരം താഴുമോ എന്നും അൻവർ ചോദിച്ചു.
KT ജലീൽ MLA മലപ്പുറം പരാമർശത്തിൽ വിമർശനവുമായി വണ്ടൂർ MLA P. അനിൽകുമാർ. പിണറായി ഭക്തി പ്രകടിപ്പിക്കാനുള്ള ആയുധമാക്കി മലപ്പുറം ജില്ലയെയും ജനങ്ങളെയും മാറ്റിയെന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് അനിൽകുമാർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് KT ജലീൽ MLA നടത്തിയ പ്രസ്താവന ദുരുദ്ദേശപരമാണെന്ന് SYS നേതാവ് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. മതപണ്ഡിതരെ വിവാദത്തിലേക്ക് അനാവശ്യമായി ജലീൽ വലിച്ചിഴക്കുകയാണെന്നും ജലീൽ പിണറായിയുടെ ഉപകരണമാണെന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. മുസ്ലിം പണ്ഡിതന്മാരെയും ഖാദിമാരെയും പാണക്കാട് തങ്ങന്മാരെയും കുറിച്ചുള്ള ജലീലിൻ്റെ പ്രസ്താവനകൾ ദുരുദ്ദേശപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. PV അൻവറിനെ പാർട്ടിയിലോ മുന്നണിയിലോ എടുക്കില്ലെന്ന നിലപാടിൽ DMK നേതൃത്വമെന്ന് റിപ്പോർട്ടുകൾ. കേരളത്തിലെ LDF പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളെ എടുക്കുന്നത് മുന്നണി മര്യാദയ്ക്ക് വിരുദ്ധമാണെന്ന് DMK വക്താവ് പ്രതികരിച്ചു. വിഷയത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി സ്റ്റാലിൻ എടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. PV അൻവറിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസ് സെക്രട്ടറി PM മനോജ് പാർട്ടിയിൽ വേറെ ലെവലാണെന്നും അൻവർ തരത്തിൽ പോയി കളിക്കണമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ്. MV രാഘവന് സാധ്യമല്ലാത്തത് പുതിയ കാലത്ത് സാധ്യമാകുമെന്ന് ആർക്കും സ്വപ്നം കാണാമെന്നും എന്നാൽ ഇത് വേറെ പാർട്ടിയാണെന്നും PM മനോജ് ഫേസ്ബുക്കിൽ കുറിച്ചു. നിലമ്പൂർ MLA PV അൻവറിനെ DMKയിൽ എടുക്കാൻ സാധ്യതയില്ലെന്ന DMK വക്താവ് TKS ഇളങ്കോവൻ്റെ പ്രസ്താവനയോട് പ്രതികരിച്ച് അൻവറിൻ്റെ സഹപ്രവർത്തകൻ EA സുഗു. ഇളങ്കോവൻ അല്ല DMKയുടെ അവസാന വാക്കെന്ന് സുഗു പറഞ്ഞു. ശബരിമല ദർശനത്തിനായി ബുക്കിംഗ് നടത്താതെ തീർത്ഥാടകർ എത്തിയാൽ അത് പരിശോധിക്കുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. നിലയ്ക്കലിലും എരുമേലിയിലും കൂടുതൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലെത്തുന്ന ഭക്തരുടെ ആധികാരികമായ രേഖ ആവശ്യമാണെന്നും അതിന് ഓൺലൈൻ ബുക്കിംഗാണ് ഉചിതമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. തിരുപ്പതിയിൽ ഫലപ്രദമായി നടക്കുന്ന ഓൺലൈൻ ബുക്കിങ്ങിൽ പരാതികളില്ലാത്ത സാഹചര്യത്തിൽ ശബരിമലയിൽ മാത്രം എന്താണ് തർക്കമെന്നും അദ്ദേഹം ചോദിച്ചു. ശബരിമലയിലെത്തുന്ന ഒരു ഭക്തനും ഭഗവാനെ കാണാതെ തിരിച്ചു പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല ക്ഷേത്രത്തിലേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കുന്നത് പൂർണ്ണമായും ഓൺലൈൻ ആക്കുന്നതിന് പകരം 10% വരെ സ്പോട്ട് എൻട്രി വഴി കടത്തിവിടണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഓൺലൈൻ വഴി ബുക്കിംഗ് ചെയ്യാൻ പല കാരണങ്ങൾ കൊണ്ടും കഴിയാത്ത ഭക്തരെ ക്യൂ വഴി പ്രവേശിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.